ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. പിന്നെ അയ്യപ്പ സംഘം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. പിന്നെ അയ്യപ്പ സംഘം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. കാളികാവിലെ കുഞ്ഞാലി അനുസ്മരണത്തിലെ AN ഷംസീർ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 2ാം ഘട്ടത്തിലെ സ്പീക്കറായിരുന്ന AM ഷംസീറിന്റെ വാക്കുകളാണ്. ആ വാക്കുകള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനത് 2 തവണ നിങ്ങളെ കേൾപ്പിച്ചതിന് കാരണം അത് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ. എന്താ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ കുരച്ചു കൊണ്ടിരുന്നപ്പോ ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ ആ പ്രതിരോധത്തിനൊരു ഊക്കുണ്ടായിരുന്നില്ല. 2 ഘട്ടമുണ്ട് ഇതിന്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ കുരച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ ഷംസീറിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ അതിനു വേണ്ടിയാ 2 തവണ കേൾപ്പിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ കുരച്ചപ്പോ ഇവരും ഈ പറയുന്ന ഷംസീറാണെങ്കിലും ഇവരുടെ കൃമികീടമാണെങ്കിലും ഇനി പിണറായി തമ്പുരാനാണെങ്കിലും പിണറായി തമ്പുരാന്റെ തീട്ടം തമ്മുന്ന കൃമികീടാണങ്ങളാണെങ്കിലും ശരി, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അത് മലപ്പുറത്തിനെതിരെയല്ല, മുസ്ലിം ലീഗിനെതിരെയാണ്. അടിച്ച് അണ്ണാക്കിൽ കൊടുത്തു. എങ്ങനെ ആരടക്കം പറഞ്ഞു? ആരെ കൊണ്ട് അടക്കം പറയിപ്പിച്ചു? ഒരു എരപ്പനുണ്ടല്ലോ മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 8 നിലയിൽ പൊട്ടിയപ്പോ കെട്ടിയോളിയും കൂട്ടിപ്പോയി AKG സെന്ററിൽ ചെന്നിട്ട് മെമ്പർഷിപ്പ് വാങ്ങിയ ഒരു എരപ്പനുണ്ടല്ലോ, ആ എരപ്പനെ കൊണ്ട് അടക്കം പറയിപ്പിച്ചു. എരപ്പൻ നിരന്തരമായിട്ട് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളാപ്പള്ളി ഛർദിക്കുന്നതൊക്കെ ഇവൻ വാരി തിന്നുകയായിരുന്നു. വെള്ളാപ്പള്ളി ഛർദിക്കുന്നതൊന്നും അത് മലപ്പുറത്തിനെതിരെയല്ല, അത് മുസ്ലിം ലീഗിനെതിരെയാണെന്ന് ഈ എരപ്പൻ ആ ഛർദൽ വാരി തിന്നുകൊണ്ട് ഈ എരപ്പൻ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ എരപ്പൻ ജലീലിന്റെ മാത്രം പ്രവൃത്തിയായിരുന്നില്ല, സാക്ഷാൽ പിണറായി തമ്പ്രാനടക്കം കുരച്ചുകൊണ്ടിരുന്നു. അവസാനം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ നികുതിപ്പണം, ആ നികുതിപ്പണത്തിൽ നിന്ന് പിണറായി തമ്പുരാൻ തൻ്റെ ആഡംബരത്തിന് വേണ്ടി വാങ്ങിയ കാറിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ചെറ്റയെയും കൂട്ടിക്കൊണ്ടൊരു യാത്ര. ഇതായിരുന്നോ ഷംസീറെ പ്രതിരോധിക്കുന്നതിന് പകരം വെള്ളാപ്പള്ളി നടേശനെ പാലും തേനും നൽകി തലോടി വളർത്തുകയായിരുന്നു പിണറായി വിജയൻ കൈവെള്ളയില്. പിണറായി വിജയനും ഈ കൃമികീടങ്ങളും ഒരക്ഷരം വെള്ളാപ്പള്ളി നടേശനെതിരെ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പറഞ്ഞോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഇത് ഷംസീറിന് പറയാനുണ്ടായ കാരണം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെള്ളാപ്പള്ളിയെ കുറിച്ച് ഒരക്ഷരം ഷംസീർ മിണ്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഷംസീർ വാ തുറക്കുന്നത്. എന്തേ കാരണം? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വാ തുറന്നില്ല. മാത്രമല്ല അന്ന് മുസ്ലിം ലീഗിനെതിരെയാ. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെയും മലപ്പുറത്തെ ജനങ്ങളെയും മലപ്പുറത്തെ മക്കളെയും അധിക്ഷേപിച്ചു കൊണ്ടിരുന്നപ്പോ, നടേശൻ എന്ന് പറയുന്ന പുഴുത്ത് നറിയ പേപ്പട്ടി ഇങ്ങനെ കുരച്ചു കൊണ്ടിരുന്നപ്പോ സഖാക്കളൊക്കെ ആ ഛർദൽ അങ്ങനെ തന്നെ നക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? പിണറായി വിജയന്റെ തീട്ടം നക്കുന്ന ഇവറ്റകൾക്ക് അത് നക്കാൻ ഒരു ഉളുപ്പുണ്ടായിരുന്നില്ല, ഒരു ഉളുപ്പ് കേടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നക്കിക്കൊണ്ടിരിക്കുക. എരപ്പൻ അവിടെ നിന്ന് ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുക. നടേശനെ ഇങ്ങനെ തൊട്ട് തലോടി ഇങ്ങനെ വീശിക്കൊടുത്ത്. നടേശന് വേർപ്പിൻ്റെ അസുഖ്യതയുള്ളതാ. അപ്പോൾ നടേശന് വേർക്കാൻ പാടില്ല. അപ്പോൾ
വീശാൻ വേണ്ടി വിശറി പിടിച്ച് നിന്നതാരാ? ഈ എരപ്പൻ ജലീൽ. എരപ്പൻ അടക്കം നിന്നിട്ട് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മലപ്പുറത്തിനെതിരെയല്ല, മുസ്ലിം ലീഗിനെതിരെയാ. ഇതായിരുന്നു എരപ്പന്റെ വാദം. എരപ്പൻ അതിങ്ങനെ ഛർദിച്ചോണ്ടിരിക്കുക. ഇപ്പോൾ ഷംസീർ പറയുന്നത് എന്താ? ഷംസീർ ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ എന്നുള്ളത് വിട്ട് മലപ്പുറത്തിനെതിരെ എന്ന് ആക്കിയിട്ടുണ്ട്. വാ തുറന്നൊരക്ഷരം മിണ്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾ പ്രതിരോധിച്ചിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഊക്ക് പോരായിരുന്നു. ഇപ്പം എവിടുന്ന ഈ ഊക്ക് വരുന്നതെന്നറിയോ? ഇപ്പം ഈ ഊക്ക് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് കണ്ട ഒരു റിസൾട്ട്. ആ റിസൾട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഊക്ക് ഇങ്ങനെ വരിക. ആ റിസൾട്ട് കണ്ടപ്പോഴാണ് എരപ്പൻ കെട്ടിയോളിയും കൂട്ടി പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തത്, അല്ലേ? ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഇപ്പം മത്സരിച്ച ആളുകൾ നിങ്ങൾ നോക്കൂ. PK ബഷീർ, PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് സാഹിബിൻ്റെ കാര്യം മാത്രം നോക്കുക. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ എത്ര തവണയാണ് മത്സരിക്കുന്നു? വിവിധ മണ്ഡലങ്ങളിൽ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് മത്സരിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭൂരിപക്ഷം നോക്കൂ നിങ്ങൾ. എത്രയാ? 85,000. 85,000. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുമ്പും മലപ്പുറത്ത് മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആ റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടിയത് എന്തുകൊണ്ടാ? മലപ്പുറത്തിനെതിരെ ഇങ്ങനെ കുരച്ചുകൊണ്ട് നടന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേ പിടിച്ച പട്ടി അതിങ്ങനെ കുരച്ചുകൊണ്ട് നടന്നപ്പോൾ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ആ നടേശനെ ഇങ്ങനെ മാളീസ് ചെയ്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവര്. മുന്തിയതും ഏറ്റവും താഴെ തട്ടിലുള്ളതും മുന്തിയ ക്രിമിയും താഴെ തട്ടിലുള്ള ക്രിമികീടും എല്ലാവരും കൂടിയിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ വെള്ളാപ്പള്ളിയെ ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുക. വെള്ളാപ്പള്ളി ഇങ്ങനെ ഛർദിച്ചോണ്ടിരിക്കുമ്പോൾ 2 കൈ നീട്ടിയിട്ട് ആ ഛർദൽ ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ നക്കി കുടിച്ചോണ്ടിരിക്കുക. എരപ്പൻ ജലീൽ ക്യൂവിൻ്റെ ഏറ്റവും മുമ്പിൽ. ജലീലിൻ്റെ കൈ നിറഞ്ഞിട്ടേ പിന്നെ ബാക്കിയുള്ളവരെ കയ്യിലേക്ക് കിട്ടുള്ളൂ. ജലീലിന് മതിയെന്ന് തോന്നുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് കൈ നീട്ടാൻ പറ്റുള്ളൂ. നടേശൻ ഛർദിക്കുന്നത് ആദ്യം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ജലീൽ ഏറ്റവും മുമ്പിൽ എന്നിട്ട് ഇങ്ങനെ ആ ഛർദൽ അങ്ങനെ നാക്കി തിന്നിരുന്നു. എന്നിട്ട് പറയാ അത് മുസ്ലിം ലീഗിനെതിരാ. അതെന്താടോ മുസ്ലിം ലീഗിനെതിരെ എന്തും പറയാന്നാണോ? ഇനി മുസ്ലിം ലീഗിനെതിരെ ആണെങ്കിലും ആർക്കെതിരെ ആണെങ്കിലും ചെറ്റത്തരം പറയാൻ പറ്റുമോ? എന്ത് തെമ്മാടിത്തരം പറയാൻ പറ്റുമോ? കൊടുത്തു കരണം നോക്കിയിട്ട് മലപ്പുറത്തിൻ്റെ മക്കള് 16-ൽ 16. ചുൽത്താൻ അടക്കം മൂഞ്ചിയിരിക്കുന്നുണ്ട് വീട്ടിൽ. ഇപ്പം ഒരു പണിയുമില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഷംസീറിനെ കൊണ്ടുവന്നതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഷംസീറിനിപ്പോൾ കുഞ്ഞാലി അനുസ്മരണത്തിൽ ഷംസീറിനെ കൊണ്ടുവന്നേ. ചുൽത്താൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തതാ. ചുൽത്താനെ കൂട്ടിയിട്ടില്ല പരിപാടിക്ക്. അത് വേറൊരു വിഷയം അവിടെ നടക്കേണ്ടത് നമുക്ക് പിന്നീടൊരു അവസരത്തിൽ പറയാം. ഇപ്പം ഞാനത് പറയുന്നില്ല. അപ്പം എന്താണെങ്കിലും ഷംസീർ പറയുന്നത് ഇപ്പം മലപ്പുറത്തിനെതിരെ ആയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെതിരെയാണെന്നുള്ളത് വിട്ടിട്ട് മലപ്പുറത്തിനെതിരെ എന്നായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്നറിയോ? ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാൻ അത് വല്ലാത്തൊരു സംഭവമാണ്. ഈ ഓപ്പറേഷൻ തൂഫാൻ ഇങ്ങോട്ട് നടപ്പിലാക്കിയപ്പോൾ ഇവർക്ക് മരുന്ന് കിട്ടണില്ല, പൊടിയും കിട്ടണില്ല, ചെടിയും കിട്ടണില്ല, ഇലയും കിട്ടണില്ല, ഒലക്കയും കിട്ടണില്ല. ഇത് കിട്ടാണ്ടായപ്പോഴാണ് ബോധം വരാൻ തുടങ്ങി. ഇത്ര ദിവസം 10 കൊല്ലം ഈ സാധനം വലിച്ചു വാരി കയറ്റിയിട്ട് കിറുങ്ങി നടക്കായിരുന്നു. ഇപ്പോഴാണ് നടേശൻ പറഞ്ഞത് മലപ്പുറത്തിനെതിരെയാണെന്ന് മനസ്സിലായത്. തളിപ്പറമ്പില് ഗോവിന്ദന്റെ ഭാര്യയെ നിർത്തിയത് തെറ്റായി എന്ന് മനസ്സിലായത്. പയ്യന്നൂരില് കുഞ്ഞികൃഷ്ണ സഖാവിനെ വേദനിപ്പിച്ചത് തെറ്റാണെന്ന് മനസ്സിലായത്. ഒക്കെ ഇപ്പാ മനസ്സിലാവണ. കാരണം എന്താ? ഇത്രയും കാലം ഈ വലിച്ചു വാരി അടിച്ചു കയറ്റി കിട്ടണതൊക്കെ AKG സെന്ററിൽ നിന്ന് സപ്ലൈ ആയിരുന്നു. പൊടിയാണെങ്കിലും ഇലയാണെങ്കിലും എന്താണെങ്കിലും സപ്ലൈ മൊത്തം AKG സെന്ററിൽ നിന്നാണ്. ഇതൊക്കെ വലിച്ചു വാരി കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ. ഇതിങ്ങനെ കയറ്റിയിട്ട് കിളിവാറി നടക്കായിരുന്നു.
അപ്പം ഇത് കിട്ടാണ്ടായപ്പോഴാണ് ബോധം വന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും മുസ്ലിം ലീഗിനെതിരെ എന്നുള്ളത് മാറ്റിയിട്ട് മലപ്പുറത്തിനെതിരെ ആക്കിയിട്ടുണ്ട് സഖാക്കള്. അടുത്തതിൽ 1-2 കിട്ടണം, അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടണം. ഇങ്ങനെ ആന മൊട്ടയായിട്ട് മലപ്പുറത്ത് നിൽക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ആ ബേജാറാണ് ഇപ്പോൾ ഷംസീറിനെ കൊണ്ടൊക്കെ ഇതൊക്കെ പറയിപ്പിക്കുന്നത്. വല്ലാത്തൊരവസ്ഥ. അതിൻ്റെ ഇടയിൽ ഷംസീർ പറയുന്നുണ്ട്, അയ്യപ്പ സംഗമം നടത്തിയത് ഞങ്ങളൊന്നല്ലേ, അത് സർക്കാർ നടത്തിയതാ. ആരാ സർക്കാർ? ആരായിരുന്നു സർക്കാർ? പിണറായി വിജയൻ. പാർട്ടി ആരായിരുന്നു? അതും പിണറായി വിജയൻ. യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചത് ആരാ? വാസവൻ. എന്റെടാ ചെങ്ങായിമാരെ, നിങ്ങൾ ഏത് ലോകത്താണുള്ളത്? നിങ്ങൾ ഈ കേരളത്തില് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയുടെ കത്ത്, അതും അയ്യപ്പ സംഗമത്തിൽ വായിക്കും നിങ്ങള്. പോരാത്തതിന് അയ്യന്റെ പൊന്ന് കക്കാൻ കൂട്ടി നിന്ന് പ്രശാന്തനെ കൊണ്ട് ഇൻകുലാബ് 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 സുന്ദാബ എവിടെ? അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ. എടാ നിങ്ങൾക്ക് നിങ്ങളെ പണിയെടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നിൽക്ക്. നിങ്ങൾ അയ്യപ്പ സംഗമം നടത്താനോ അല്ലെങ്കിൽ ബാക്കിയുള്ള നടത്താനോ പോവാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണിയെടുക്ക്. അപ്പൊ ആളുകൾ ഉണ്ടാകും. ഇത് എല്ലാ തോണിയിലും കാല് വെച്ചിട്ടുള്ള ഏർപ്പാട്. പിണറായി വിജയൻ ആകെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു: കക്കണം, മുക്കണം, നക്കണം, തിന്നണം, തൂറണം. കക്കണം, മുക്കണം, നക്കണം, തിന്നണം, തൂറണം. ഇതായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കരുത്. അതാണ് കേരളത്തിന്റെ പൊതുസമൂഹം മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് ആട്ടി ഇറക്കിയത് എന്നുള്ളത് സഖാക്കള് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്.